ഇന്നത്തെ നാട് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ? ഈ ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ? പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഇന്റർനെറ്റുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരുത്തൻ 5 പേരെ കൊന്നു, 6 പേരെ കൊന്നു, മകൻ അപ്പനെ കൊന്നു എന്നുള്ള വാർത്തകൾ നമ്മുടെ കണ്ണുകളിലും കാതുകളിലും വന്ന് കേട്ടുകൊണ്ടിരിക്കുകയാ. നമ്മൾ തൊട്ടടുത്തമായ നെടുമങ്ങാടിനപ്പുറത്ത് വെഞ്ഞാറമൂട്ടിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം നിങ്ങൾക്കറിയണ്ടേ? അഫാൻ എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരൻ ഒരു വീട്ടിലുള്ള 4 പേരെയും അവൻ സ്നേഹിച്ച് അവൻ പരിചയപ്പെട്ട ഒരു സഹോദരി, അങ്ങനെ 5 പേരെ ഒറ്റ ആയുധം കയ്യിലെടുത്ത് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് 5 പേരെയും ആമെ കൊല്ലുവാനിടയായി. ആഫാന്റെ ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത് കടന്നുകൂടിയ ആമെ ശക്തി ഏതാണ്? അവൻ ഉപയോഗിച്ച മയക്കുമരുന്നും മദ്യവുമല്ലേ? ഈ നാട് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ? ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന സ്നേഹിത, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, നിന്റെ കുടുംബം തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ മെസ്സേജ് നീ കേൾക്കണം. ഇവിടത്തെ ന്യായപാലന്മാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടത്തെ ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് ഇത് അമർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ഓരോ മാസം കഴിയും തോറും അനേകര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഓരോ ദിവസം നേരം പുലരുമ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുത്തൻ 5 പേരെ കൊന്നു, 6 പേരെ കൊന്നു, അതിലധികം പേരെ കൊന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാ. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് ജോളി എന്ന് പേരുള്ള ഒരു സഹോദരി 5-6 പേരെ അവൾ കൊന്നു. എങ്ങനെ കൊന്നു? അവൾ സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, ചില സമയത്ത് ഒരു ശക്തി എന്റെ മേൽ വന്നു കയറും, എന്നെ കൊണ്ട് പലതും ആ ശക്തി ചെയ്യിപ്പിക്കും. കണ്ടോ? ദുഷ്ടൻ ഒരുക്കുന്ന കെണി കണ്ടോ? വേട്ടക്കാരൻ ഒരുക്കുന്ന കെണി കണ്ടോ? നാശകരമായ കുഴിയിൽ നിന്നെ വലിച്ചിറക്കുവാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ വീണ്ടെടുപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ ക്രിസ്തു ഇന്ന് പകലിൽ നമ്മുടെ അരികിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കാതെ, നിന്റെ തലമുറ പാപത്തിൽ വീണുപോകാതെ, നിന്റെ തലമുറ കേസിൽ കുരുങ്ങാതെ, നിന്റെ തലമുറ മരണത്തിന് വിധേയപ്പെടാതെ വന്നു നിന്റെ തലമുറയെ അവൻ രക്ഷിപ്പാൻ ഉലകത്തിൽ ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന് നിന്നെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയും. ഈ സുവിശേഷത്തിന് നിന്നെ കൊണ്ട് അവൻ ഒരു നല്ല ദൈവ പൈതലായി നിന്നെ മുൻപോട്ട് കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ ഉറിയാക്കോട് 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അറിയണ്ടേ? അപ്പനും അമ്മയും പുറത്തു പോയിരുന്ന സമയം 2 കൊച്ചുമക്കൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാ. 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 9 വയസ്സുകാരി തന്റെ സഹോദരനോടൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് തമ്മിൽ പിണങ്ങി എന്തോ ഒരു കാരണത്താൽ ആ 9 വയസ്സുകാരിയായ മകള്, 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മകള് സ്തോത്രം വീട്ടിനകത്ത് കയറി, തോലിനകത്ത് കയറി അവൾ വാതിൽ കുറ്റിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ആ കുട്ടിയുടെ അമ്മൂമ്മ വന്ന് വിളിക്കുമ്പോൾ ആ ഡോറ് തട്ടി
തുറന്നു നോക്കുമ്പോൾ ഒരു ഷോളിൽ 9 കാരി തൂങ്ങി നിൽക്കുകയാണ്. ഈ ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? സ്നേഹിത, ഇന്ന് പകൽ മനസ്സിലാക്ക്, യേശുവേ എന്ന് വിളിക്ക്. നിന്നെ വിടുവിപ്പാ ഈ ഉലകത്തിൽ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കഴുത്തു വെട്ടിയവൻ, മാല പറിച്ചു കൊണ്ടുപോയവൻ, അപ്പനെ കൊന്നവൻ, 10 കൊലപാതകം ചെയ്തവനെ ഹല്ലേലൂയ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തെ കൊടുത്ത് ജയിലറയ്ക്കകത്ത് വെച്ച് പാസ്റ്ററായി പുറത്തിറക്കിയത് എന്റെ യേശു മാത്രമാണ്. ഇവിടുത്തെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇവിടുത്തെ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വിധിക്കാനേ പറ്റത്തുള്ളൂ. ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന് ഒരു രൂപാന്തരം കൊടുക്കുവാൻ, അവനൊരു മാനസാന്തരം കൊടുക്കുവാൻ ഈ സുവിശേഷത്തിനെ കഴിയത്തുള്ളൂ. ഉറപ്പുള്ളവർ കരമടിച്ച് ഈ ദൂതേറ്റെടുക്കുക. ഇന്ന് പകലിൽ ശത്രു നിനക്കെതിരെ ഒരുക്കി വെച്ച ചില കെണികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നാശകരമായ മഹാമാരിയിൽ നിന്ന്, കുടഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ യേശുവിന് കഴിയോ? ഈ ലോകം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ വിടുവിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ മാർഗമാണ്. അതുകൊണ്ട് സ്നേഹിത, നീ ഏത് മാനവ കുലത്തിന് ജനിക്കപ്പെട്ടവനായാലും, നീ ഏത് മതസ്ഥനായാലും, മതം ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ ഡ്യൂട്ടി മതം മാറ്റുന്ന വിഷയമല്ല. ഇന്ന് പകൽ വചനം വിളിച്ചു പറയുന്നു, നിന്റെ മനസ്സിനെ മാറ്റുന്ന ഒരു സന്ദേശമാണ് ഇന്ന് പകലിൽ ഞങ്ങളുടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നീ ഏത് ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ നഷ്ടപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, കോടിക്കണക്കിന് ആസ്തികൾ ഉണ്ടായിരുന്നിട്ട് നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ വന്ന നീ ഭാരപ്പെട്ട്, നീ കണ്ണുനീരോടെ നീ കരയുന്ന വ്യക്തിയാണോ? ആ ഇടത്തിരുന്ന്, നിന്റെ ബെഡ്റൂമിലിരുന്ന് ഒന്ന് മുഴങ്കാലും അടക്കി ആ കൈയൊന്ന് മലർത്തിപ്പിടിച്ച് ആ ശിരസ്സൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, യേശുവേ എന്നെ സഹായിക്കണമേ, ഇന്ന് കരയുവാൻ എത്ര പേർക്ക് കഴിയോ? ഉറപ്പുള്ളവർ കരമടിച്ച്